Welcome to Machinery World. നമസ്കാരം സാർ, മെഷീനറി വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സാർ, ഇവിടെ ഡിസ്പ്ലേയിലുള്ള ഈ മെഷീനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ഒരു സിംഗിൾ ഫേസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഹോം ലിഫ്റ്റാണ്. നമുക്ക് 1500 വാട്ട്സിലാണ് അത് വർക്ക് ചെയ്യുന്നത്. നമുക്ക് പഴയ വീടുകളിലും പുതിയ വീടുകളിലൊക്കെ വയ്ക്കാം. പഴയ വീട്ടിലാണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ളത്. ഈ വയസ്സായ ആൾക്കാർക്കും പിന്നെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ഇത്രയും ആപ്റ്റായിട്ടുള്ളൊരു എക്യുപ്മെൻറ്റ് ഇന്ത്യയിൽ തന്നെ ഇല്ല. നമസ്കാരം സാർ, എൻ്റെ പേര് സുരേഷ് ബാബു. ഞാനിതിൻ്റെ ചെയർമാൻ ഫൗണ്ടറാണ്. ഹോം ലിഫ്റ്റ് മാനുഫാക്ചറിങ് ആണ് എൻ്റെ യൂണിറ്റാണ് ഈ കാണുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഒരു സിംഗിൾ ഫേസ് വർക്ക് ചെയ്യുന്ന ഹോം ലിഫ്റ്റാണ്. ഇത് 1500 വാട്ട്സ് പവർ വേണ്ടു. 80 ടൈംസ് ട്രാവലിങ്ങിന് ഒരു യൂണിറ്റ് കറണ്ട് എടുക്കുന്നുള്ളൂ. അത്രയും കൺസംഷൻ കുറവുള്ളൊരു ലിഫ്റ്റ് നമ്മുടെ നാട്ടിൽ തന്നെ ഇല്ല. ഇത് ഇവിടെ നിന്നുള്ള പ്രൊഡക്ഷനാണ്, നമ്മുടെ നാട്ടിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇതിന് ഓയിലോ ഗ്രീസോ അങ്ങനത്തെ ഒന്നും ആവശ്യമില്ലാത്തൊരു ടൈപ്പ് ലിഫ്റ്റാണ്. ഓക്കെ, പിന്നെ പറയാൻ വെച്ചതിൽ 250 കിലോ ആണ് ഇതിൻ്റെ കപ്പാസിറ്റി. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്കിതിൽ വീൽ ചെയർ കയറാവുന്ന ലിഫ്റ്റ്സുകളുണ്ട്, ഗ്ലാസ് ലിഫ്റ്റ്സുകളുണ്ട്, അങ്ങനെ പല ടൈപ്പ് ലിഫ്റ്റ്സുകളും നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. എല്ലാം നമ്മളുടെ ട്യൂഷൻ ബേസ്ഡ് കമ്പനിയിലാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. പിന്നെ റെയിൽസും അതിൻ്റെ വാൽസും നമ്മൾ ഉപയോഗിക്കുന്നത് ജർമ്മൻസാണ്. അപ്പോൾ അതിൽ എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഓയിൽ ഗ്രീസിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ തന്നെ അതിനൊരു മെയിൻ്റനൻസ് ഫ്രീ ആണ്. അങ്ങനെ കുറച്ച് പ്രത്യേകതകളൊക്കെ ഈ ലിഫ്റ്റ്സിനുണ്ട്. മറ്റുള്ള ലിഫ്റ്റ്സുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ലിഫ്റ്റിന് നമുക്ക് ഷാഫ്റ്റ് റൂമോ മെഷീൻ റൂമോ പിറ്റോ ഒന്നും ആവശ്യമില്ല. അത് നിങ്ങൾ ഇതിൻ്റെ ലിഫ്റ്റ് മൂവിനെ കാണുമ്പോൾ ഞാൻ ലിഫ്റ്റ് മൂവിനത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് പ്യുവർലി നിലത്തൊന്നുമില്ല. നമുക്ക് വോളിൽ മൗണ്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണത്. ഇത് വോളിൽ മൗണ്ട് ചെയ്തുകൊണ്ട് നമുക്ക് ലിഫ്റ്റ് മൗണ്ട് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ പഴയ വീടുകളിലും പുതിയ വീടുകളിലും പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പിറ്റോ മെഷീൻ റൂമോ അല്ലെങ്കിൽ ഷാപ്പ് റൂമോ ഒന്നും ഇല്ല. ആകെ ഒരു നമുക്കൊരു കോർ കട്ടിങ് മാത്രം ആവശ്യമുള്ളൂ. പഴയ വീട്ടിലാണെങ്കിൽ നമുക്കത് കോർ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കവിടെ ഇൻസ്റ്റാൾ ചെയ്യാം. പഴയ വീടുകളിൽ എപ്പോഴും ഇത് ആവശ്യമുള്ളത് പഴയ വീടുകളിലാണ് കൂടുതൽ ആവശ്യമുള്ളത്. പുതിയ വീട്ടിലൊക്കെ പണിയുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഓപ്പണിംഗ് ഇടാൻ പറ്റും. പഴയ കേസിൽ അതിൻ്റെ ഓപ്പണിങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതിൽ നമ്മൾ കോർ കട്ട് ചെയ്ത് നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ സ്ട്രക്ചർ ഇതിന് വേണ്ടി ഇത് ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ തന്നെ നമ്മൾ വീടുകളിലാകുമ്പോൾ കോൺക്രീറ്റ് ഷേപ്പിലുള്ള ഒരു ടെംപ്ലേറ്റ് കൊടുത്ത് കട്ട് ചെയ്യും. ഇതിൽ വോളിൽ മൗണ്ട് ചെയ്ത് സിംഗിൾ ഫേസിൽ പിടിപ്പിച്ച് കൊടുക്കുന്നത്. 36 hours നമുക്ക് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ലിഫ്റ്റാണ്. പറയാം, ഇപ്പോൾ താഴെ വരുമ്പോൾ ആരെങ്കിലും താഴെ നിന്ന് കഴിഞ്ഞാൽ ലിഫ്റ്റ് അവിടെ നിന്ന് തിരിച്ചു പോകുന്നത് സെൻസർ പ്രൊട്ടക്റ്റഡാണ്. കണ്ടില്ലേ, മേലേക്ക് പോകും. ഇനി നമ്മൾ സപ്പോസ് ഇപ്പോൾ ഒന്നുകൂടി നമുക്ക് വേറെ സേഫ്റ്റി സിസ്റ്റംസ് ഉണ്ട്. നമ്മൾ സപ്പോസ് താഴ്ത്ത് വരുന്ന സമയത്ത് ഇതിൻ്റെ അടിയിൽ ആരെങ്കിലും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലിഫ്റ്റ് തന്നെ മേലേക്ക് ആരെങ്കിലും ചെറിയൊരു സോഫ്റ്റ് ടച്ച് മതി അപ്പം മേലേക്ക്. അതൊരു മെക്കാനിക്കൽ സ്വിച്ചാണ് ബോട്ടം സൈഡ്. ആരെങ്കിലും വന്ന് ടച്ച് ഇതേ സിസ്റ്റംസ് തന്നെ മേലെയുണ്ട്. നമുക്ക് മേലെ നിന്ന് ആരെങ്കിലും നിന്ന് കഴിഞ്ഞാൽ ലിഫ്റ്റ് മേലേക്ക് പോകില്ല. ഇപ്പം ഞാൻ ഒരു പ്രാവശ്യം കൊണ്ട് കാണിച്ചു തരാം. സെൻസറിൽ ഇനിയിപ്പോൾ സപ്പോസ് താഴെ വരുന്ന സമയത്ത് ഏതായാലും കുട്ടികൾ ആരെങ്കിലും വന്ന് താഴെ വന്നു കഴിഞ്ഞാൽ ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് അവിടെ നിൽക്കും. ലിഫ്റ്റ് മേലേക്ക് തന്നെ പോകും. അത് സെൻസർ പ്രൊട്ടക്ഷൻ ആണ് കയറി. ഇതേമാതിരി തന്നെ സെൻസർ പ്രൊട്ടക്ഷൻ മേലെയുണ്ട്. അവിടെയും നമുക്ക് ആരെങ്കിലും നിന്ന് കഴിഞ്ഞാൽ ലിഫ്റ്റ് മേലേക്ക് പോകില്ല. ഇതൊക്കെയാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയുന്നതുകൊണ്ട് നമുക്ക് സംസാരിക്കാം. ഉള്ളിൽ കയറിയിട്ട് നമുക്ക് സംസാരിക്കാം. വരൂ, പ്ലീസ് കം. ഇത് നമ്മൾ ടച്ച് സ്ക്രീനിൽ ചെയ്യുന്ന ഒരു ഇതാണ്. ഒന്ന് പ്രസ് ചെയ്തു ലിഫ്റ്റ് മേലേക്ക് പോകണം. അതൊരു ജെർക്കോ അങ്ങനത്തെ ഒന്നുമില്ല. വളരെ സ്മൂത്ത് ട്രാവലിംഗ് ആണ്. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. റിയലി വണ്ടർഫുൾ. ഇത് ഫസ്റ്റ് ഫ്ലോറിൽ വന്നു നമ്മൾ ലാൻഡ് ചെയ്തു. ഇത് നിൽക്കുമ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ ഇങ്ങനെ ഇരിക്കുക.
ഈ താഴെ പോകുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട്. താഴെ പോകുമ്പോൾ കാണിച്ചു. ഇവിടെ നമ്മൾ ടെമ്പററി ഫിക്സ് ചെയ്തേക്കണ ഒരു സംവിധാനം ഫൗണ്ടേഷനാണ് അതാണ് നമ്മളൊരു സ്ട്രക്ചർ വെച്ച് പിടിപ്പിച്ചേക്കാണ്. കാരണം ഇവിടെ നമുക്ക് ഫൗണ്ടേഷനൊന്നും ഇടാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു മൗണ്ടിങ് സ്ട്രക്ചർ ഇതിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുക. ഇതൊരു ഡെമോയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന സ്ട്രക്ചർ ആണല്ലേ? അതെ. ഇതിന്റെ കവർ നോക്കിയോളൂ. ഇപ്പോൾ ഇതിനൊരു ലിഡ് മാതിരി ഉണ്ടല്ലോ. ഇത് ലിഫ്റ്റ് താഴ്ത്തിക്കുമ്പോൾ ഇത് അവിടെ ഇരിക്കും. അപ്പോൾ ഇത് പ്രൊട്ടക്റ്റഡ് ആണ് ഈ ഏരിയ. ഒരിക്കലും നമ്മൾ കുട്ടികൾ ആരെങ്കിലും വന്ന് താഴ്ത്തിക്ക് വീഴാതിരിക്കാനും കൂടിയിട്ടാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു പെർമനന്റ് കവറിംഗ് പോലെ പെർമനന്റ് കവറിംഗ് ആണ്. ഇതിന് മേലൊക്കെ നടന്നൊക്കെ പോകാം. നമുക്ക് മേലേക്കൊക്കെ നടക്കുകയൊക്കെ ചെയ്യും. ദാറ്റ് ഈസ് ഡബിൾ സ്ട്രോങ്. ഡബിൾ സ്ട്രോങ്. അത് വെയിറ്റ് ഉള്ളതാണ്. കുട്ടികൾക്കൊന്നും എടുത്ത് മാറ്റാൻ പറ്റില്ല. ഇങ്ങനെയാണ് പൊന്തി വരിക. ഇത് അതിന്റെ ഒരു പിന്നെ റൂഫ് ടോപ്പ് ആയിട്ട് വരും. അതെ. ഇതിന് മേലെ റെസ്റ്റ് ആവും. താഴെ പോകുമ്പോൾ ഇത് താഴെ ഇരുന്നിട്ട് ലിഫ്റ്റ് മാത്രം താഴ്ത്തി ക്യാബിൻ മാത്രം. സോ ദിസ് ഈസ് ഫുള്ളി ഡിസൈൻഡ് ആൻഡ് ഡെവലപ്ഡ് ബൈ യുവർ സെൽഫ്. ഒരു 8 വർഷമായിട്ടുള്ള ഒരു കമ്പനിയാണ്. നമ്മളിതിൽ പാറ്റന്റ് എടുത്തിട്ടുണ്ട്. നമ്മുടെ തന്നെ ടെക്നോളജിയാണ്. ഇത് വേറെ ആർക്കും ഇല്ല ഇന്ത്യയിൽ. നമ്മളുടെ ടെക്നോളജി നമ്മൾ ഡെവലപ്പ് ചെയ്ത് സ്വന്തമായിട്ട് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരു പ്രൊഡക്റ്റാണ്. ദിസ് ഈസ് യുവർ ന്യൂ ഇൻവെൻഷൻ. എനിക്ക് ഇവിടെ സ്റ്റേറ്റ് വൈസുള്ള ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റിനുള്ള അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. ഇന്നോവേഷൻ ഗവൺമെന്റ് അവാർഡ് കിട്ടി. സർ, ഇപ്പം ഈ ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് ചെയ്ത് ഡിസൈൻ ചെയ്ത് പിന്നെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഈ ലിഫ്റ്റിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നമ്മളിപ്പോൾ ഇതിനകത്ത് കണ്ടു കഴിഞ്ഞു. ഇനി ഈ ലിഫ്റ്റ് ആവശ്യക്കാർ, ഇപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന പലരും എന്ത് ചെയ്യും, ഈ ലിഫ്റ്റിൻ്റെ ആവശ്യമായിട്ട് മാനുഫാക്ചററെ കോൺടാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഇവരൊക്കെ എങ്ങനെ ഈ കമ്പനിയായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റും? ഇത് തൃശ്ശൂർ ബേസ്ഡ് ഒരു കമ്പനിയാണ്. നമ്മൾ തൃശ്ശൂർ തന്നെയാണ് ഇതിന് മാനുഫാക്ചറിങ് എല്ലാം നടക്കുന്നത്. തൃശ്ശൂർ ബൈപ്പാസിലാണ്, മണ്ണൂത്തി ബൈപ്പാസ് റോഡിലാണ് ഇത് നടക്കുന്നത്. വർക്ക് നടക്കുന്നതും ഞങ്ങളുടെ ഷോറൂമും ഫാക്ടറിയും ഒക്കെ അവിടെ തന്നെയാണ്. എല്ലാം നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണാവുന്നതാണ്. ഞങ്ങൾ 250+ ലിഫ്റ്റ്സുകൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു ഓൾറെഡി. ഏകദേശം 8 വർഷത്തോളമായിരുന്നു നമ്മൾ ഈ കമ്പനി തുടങ്ങിയിട്ട്. ഇപ്പോഴാണ് ഞങ്ങൾ മാർക്കറ്റിലേക്ക് ഇറങ്ങി ഓൾ ഇന്ത്യ ലെവലിലേക്കും കടന്നിരിക്കുന്നത്. അത് കേരളത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഓൾ ഇന്ത്യ ലെവലിൽ ഈവൻ എക്സ്പോർട്ടിലേക്ക് വരെ ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. കാരണം അത്രയും ഡിമാൻഡ്സ് ഈ ഇങ്ങനെയുള്ള ലിഫ്റ്റ്സുകൾക്കുണ്ട്. മറ്റുള്ള ലിഫ്റ്റ്സുകളെ കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് ഷാഫ്റ്റ് റൂം, മെഷീൻ റൂം, പിറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. അതൊന്നും ആവശ്യമില്ലാത്തൊരു തികച്ചും ഹോം യൂസിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ഒരു ലിഫ്റ്റാണിത്. ഇത് കമേഴ്ഷ്യൽ ലൈസൻസ് അല്ല, ഞങ്ങൾക്ക് ലൈസൻസും കൂടിയുള്ളതാണ്. ഞങ്ങൾക്ക് ISO 9000 ഉണ്ട്, പിന്നെ UK സർട്ടിഫിക്കേഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. ഈവൻ ഇൻസ്പെക്ടറേറ്റ് ലൈസൻസ് വരെയുള്ളൊരു കമ്പനിയാണ് ഞങ്ങളുടെ. അപ്പോൾ നമുക്ക് പഴയ വീടുകളിൽ വെക്കുമ്പോൾ ഏറ്റവും ആപ്റ്റായിട്ട് ഈ ലിഫ്റ്റിനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. വേറെ ആർക്കും അങ്ങനത്തെ ലിഫ്റ്റുകൾ വെക്കാൻ പറ്റില്ല. കാരണം അവർക്ക് എല്ലാം ഈ ഷാഫ്റ്റ് റൂമും മെഷീൻ റൂമും സ്ട്രക്ചറൊക്കെ വേണം. ഇത് സെൽഫ് മൗണ്ടിങ് സ്ട്രക്ചർ ഞങ്ങൾ തന്നെ മാനുഫാക്ചർ ചെയ്ത് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ സപ്പോസ് നമുക്ക് വീട്ടിൽ സ്ഥലമില്ല എന്ന് വിചാരിക്കാം, നമുക്ക് സ്റ്റെയർ കേസിൻ്റെ ഇടയിൽ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്കത് ഫാബ്രിക്കേറ്റ് ചെയ്ത് ലാൻഡിങ് പ്ലാറ്റ്ഫോം ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് വെക്കാൻ പറ്റും. കാരണം ഞാൻ ചില സ്റ്റീൽ ഫാബ്രിക്കേഷനിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ഞാൻ ഒരുപാട് വർഷം ഞാൻ പുറത്ത് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. മിഡിൽ ഈസ്റ്റിലായിരുന്നു. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് നല്ല അറിവുള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാനും എളുപ്പമുണ്ട്. മറ്റുള്ള കമ്പനിക്കാരെന്ന് വെച്ചാൽ അവരുടെ എക്യുപ്മെൻറ്റിന് മാത്രമാണ് അവർ പ്രൈസ് പറയുക. പക്ഷേ ബാക്കിയുള്ള റൂമിൻ്റെ പൈസയോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ചെയ്ത് വെക്കേണ്ട പൈസ ഒന്നും പറയില്ല. എല്ലാവരും ആ ലിഫ്റ്റിൻ്റെ പ്രൈസ് മാത്രം നോക്കി കമ്പയർ ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ലിഫ്റ്റ് പറയുമ്പോൾ ഇത് എന്താ റേറ്റ് കൂടുതലല്ല. ഇത് സെൽഫ് മൗണ്ടിങ് സ്ട്രക്ചർ. ഇതിന് ഓയിലോ ഗ്രീസോ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് മെയിൻ്റനൻസ് ഫ്രീ ആണ്. 100% മെയിൻ്റനൻസ് ഫ്രീ ആണ്. 5 വർഷത്തേക്ക് ഞങ്ങൾ വാറണ്ടി കൊടുക്കുന്നുണ്ട് ഈ ലിഫ്റ്റ്സിന്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവരെ സമീപിച്ചാൽ ഞങ്ങൾ ഫ്രീ ആയിട്ട് വന്ന് കൺസൾട്ട് ചെയ്ത് നിങ്ങളുടെ ഏരിയ ഞങ്ങൾ ഇൻസ്പെക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടത് കാര്യങ്ങൾ ചെയ്തു തരും. അപ്പം നമുക്ക് ഈ നമ്മുടെ ഈ ലിഫ്റ്റ് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഒന്ന് പറയാമോ സാർ? നമ്പർ എൻ്റെ പേഴ്സണൽ നമ്പർ തന്നെ ഞാൻ പറയാം. 8086683333. ഒന്നുകൂടി പറയാം, 8086633333. താങ്ക് യു സോ മച്ച്. താങ്ക് യു.